ഡേ 5 ഓഫ് മൈസൂർ സീരീസ്. അപ്പോൾ ഇന്നാണ് നമ്മുടെ ബാംഗ്ലൂരിലെ ലാസ്റ്റ് ഡേ. അപ്പോൾ ഇന്ന് ഞങ്ങൾ തിരിച്ച് നാട്ടിലോട്ട് പോവുകയാണ്. അപ്പോൾ രാവിലെ തന്നെ നമ്മൾ ഫുഡൊക്കെ കഴിക്കാൻ വേണ്ടി ഇറങ്ങിയിട്ടുണ്ട്. എന്നാലും രാവിലെ ഫുഡൊന്നും കഴിച്ചില്ല. നേരെ ഞങ്ങൾ ചേർച്ച് സ്ട്രീറ്റിലോട്ടാണ് ഞങ്ങൾ പോയത്. അവിടെ പോയിക്കൊണ്ടിരുന്നപ്പോഴത്തേക്കാണ് ഈ ഒരു ഗോൾഡൻ റിട്രീവറിനെ കൊണ്ടിട്ട് വാക്കിന് ഒരാൾ പോകുന്നത്. അങ്ങനെ ഞങ്ങൾ ചേർച്ച് സ്ട്രീറ്റിൽ എടുത്തിട്ട് ഞങ്ങൾ ഫുഡ് കഴിക്കാനാണ് പോയത്. ഞങ്ങൾ നല്ല വിശപ്പുണ്ടായിരുന്നു. നേരെ ഫുഡ് കഴിക്കാൻ വേണ്ടി പോയപ്പോഴത്തേക്ക് ഈ പോർഷെ കണ്ട്. അത് കഴിഞ്ഞ് പോയപ്പോഴത്തേക്ക് ഒരു ആൻറ്റി ആണെങ്കിൽ 2 ജൂല് വെച്ച് ഇങ്ങനെ തൂക്കുമായിരുന്നു. പ്രത്യേകതരം സ്കില്ലൊക്കെ ആയിരുന്നു. എന്നിട്ട് ഞങ്ങൾ ഫുഡ് കഴിക്കാനാണ് പോയത്. ബിരിയാണി ബ്ലൂസിലോട്ടാണ് പോയത്. ഞങ്ങളൊരു ബ്രഞ്ചായിരുന്നു കഴിച്ചത്, ബിരിയാണിയാണ് കഴിച്ചത്. പക്ഷേ നമ്മൾ ട്രൈ ചെയ്യുന്നതെല്ലാം ഒരു ഡിഫറെൻറ്റ് ടേസ്റ്റ് ആയിരുന്നു. ഇപ്പം ബിരിയാണി ആയാലും രണ്ടും രണ്ട് ടേസ്റ്റ് ആയിരുന്നു. ഞങ്ങളിപ്പോൾ എല്ലായിടത്തും പോയിട്ട് ഒരേ ഫ്ലേവറിലുള്ള ബിരിയാണി അല്ല മേടിച്ചത്. ഒരു 3-4 വെറൈറ്റീസ് ഓഫ് ബിരിയാണിയാണ് മേടിച്ചത്. എന്നിട്ട് അവിടെ ഇരുന്ന ആൾക്കാരുടെ നിന്ന് ഇങ്ങനെ ഫ്ലവേഴ്സ് ഒക്കെ മേടിക്കേണ്ടായിരുന്നു, ബൊക്കെ പോലെ. അതൊക്കെ മേടിച്ചിട്ട് ഞങ്ങൾ നേരെ ചേർച്ച് സ്ട്രീറ്റ് ഒക്കെ എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടി പോയി. അവിടെ കടകളൊന്നും തുറന്നിട്ടുണ്ടായിരുന്നില്ല. 11 ആകുമ്പോഴത്തേക്ക് കടകളൊക്കെ തുറക്കത്തുള്ളൂ. അത് കഴിഞ്ഞ് ഞങ്ങൾ കൊമേഴ്ഷ്യൽ സ്ട്രീറ്റിൽ വീണ്ടും പോയി. അവിടെ നിന്ന് കുറച്ചൊക്കെ കണ്ടിട്ട് വീണ്ടും ഞങ്ങളുടെ സമയമായി ട്രെയിനിന് പോകാൻ വേണ്ടി. സമയമായെന്ന് പറഞ്ഞാൽ നല്ല ലേറ്റായി. കാരണം ഞങ്ങൾ കൊമേഴ്ഷ്യൽ സ്ട്രീറ്റ് ഒക്കെ കറങ്ങി വന്നപ്പോഴത്തേക്ക് നല്ല ലേറ്റായി. അങ്ങനെ ഞങ്ങൾ വീണ്ടും അവിടുത്തെ ട്രാഫിക്കിൽ പെട്ടു. അത് കഴിഞ്ഞ് ഒരു 2 മിനിറ്റിന്റെ വ്യത്യാസത്തിലാണ് ഞങ്ങൾ റെയിൽവേ സ്റ്റേഷനിൽ ട്രെയിൻ എടുക്കാനുള്ള സമയത്ത് എത്തിയത്. അങ്ങനെ ഞങ്ങൾ ട്രെയിനിലൊക്കെ കയറിയിട്ട് ഞങ്ങളുടെ സീറ്റൊക്കെ കിട്ടിയിട്ട് ഞങ്ങൾ അവിടെ ഇരിക്കാൻ തുടങ്ങി. എന്നിട്ട് ഞാൻ എന്തൊക്കെയോ പറയുന്നുണ്ട്, നമ്മൾ എന്തുകൊണ്ടാണ് ലേറ്റ് ആയതെന്നൊക്കെ ഞാനിങ്ങനെ പറയുന്നുണ്ട്. ഞങ്ങളാണെങ്കിൽ ആ ഉച്ചയ്ക്ക് ബ്രഞ്ചായിട്ട് കഴിച്ച ബിരിയാണി മാത്രം കഴിച്ചിട്ടിരിക്കുവാണ്. വേറെ ഒന്നും കഴിച്ചിട്ടില്ല. ഒരു വെള്ളം മാത്രം മേടിച്ചിട്ടുണ്ടായിരുന്നു ഞങ്ങൾ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് കയറിയപ്പോഴത്തേക്കും. അല്ലാണ്ട് വേറെ ഒന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. ഞങ്ങൾ അങ്ങനെ കുറച്ച് കഴിയുമ്പോഴത്തേക്കും ഞങ്ങളുടെ കയ്യിൽ ഓറഞ്ച് ഉണ്ടായിരുന്നു. ഓറഞ്ചൊക്കെ ചെയ്ത് കഴിച്ചിട്ട് ഞങ്ങളിങ്ങനെ പുറത്തോട്ട് നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. വേറെ പണിയൊന്നുമില്ലല്ലോ. അപ്പോൾ ഞങ്ങൾ പുറത്തോട്ട് നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. പിന്നെ എവിടെയൊക്കെ പിടിച്ചിട്ടുണ്ടായിരുന്നു ട്രെയിൻ. പിന്നെ അത് ഈ കീ ചെയിനൊക്കെ വിൽക്കാൻ വന്ന ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു. അവിടെ നിന്ന് എൻ്റെ ഫ്രണ്ട്സ് എന്തൊക്കെയോ മേടിച്ചിട്ടുണ്ടായിരുന്നു കീ ചെയിനൊക്കെ. എന്നിട്ട് പിറ്റേ ദിവസം രാവിലെ ആയി. ഞങ്ങൾ എഴുന്നേറ്റപ്പോൾ തന്നെ ഒരു സമയമായി. അങ്ങനെ ഞങ്ങൾക്ക് ട്രിവാൻഡ്രത്ത് ഇറങ്ങാമെന്ന് വിചാരിച്ചായിരുന്നത്. പക്ഷേ ട്രിവാൻഡ്രത്ത് ഇറങ്ങാണ്ട് ഞങ്ങൾ കൊല്ലത്തിറങ്ങി. ഞാനും ഇതിലേയും കൂടി കൊല്ലത്തിറങ്ങി. അവിടെ നിന്ന് ഞങ്ങൾക്കൊരു 15 മിനിറ്റ്സ് വെയിറ്റ് ചെയ്തപ്പോൾ തന്നെ നേരെ ഞങ്ങളുടെ സ്റ്റേഷനിൽ ഇറങ്ങാനുള്ള ട്രെയിൻ വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ അവിടെ പോയിട്ട് കുറച്ച് ഫ്രഷൊക്കെ ആയിട്ട് ഞങ്ങൾ അടുത്ത ട്രെയിനിന് വേണ്ടി വെയിറ്റ് ചെയ്യുമായിരുന്നു. ഇപ്പോൾ ട്രിവാൻഡ്രത്ത് ഇറങ്ങുവാണെങ്കിൽ ഞങ്ങൾക്ക് വീണ്ടും അവിടെ നിന്ന് ലേറ്റ് ആകുമ്പോഴത്തേക്ക് വീട്ടിലെത്തുമ്പോൾ ഒരു 11 മണിയൊക്കെ ആവും. അതുകൊണ്ട് ഞങ്ങൾ കൊല്ലത്തിറങ്ങിയിട്ട് അവിടെ നിന്ന് ഞങ്ങളുടെ സ്റ്റേഷനിലോട്ട് വേറെ ട്രെയിൻ ഉണ്ടായിരുന്നു. അപ്പോൾ ആ ട്രെയിനിൽ കയറി. അതൊക്കെ കഴിഞ്ഞ് വീട്ടിലോട്ട് എത്തിയപ്പോഴത്തേക്കും മിക്കിയുടെ ഭയങ്കര സന്തോഷമായിരുന്നു. ഭയങ്കര വാലാട്ടി എന്നെ കാണാൻ വേണ്ടി ഓടി വരുമായിരുന്നു. കൊല്ലം തൊട്ട് തന്നെ നല്ല മഴ ഉണ്ടായിരുന്നു. അപ്പോൾ വീട്ടിലോട്ട് മഴ കൊണ്ടിട്ടൊക്കെ കയറിയത്. പിന്നെ മഴയൊക്കെ ആയതുകൊണ്ട് കിടന്നങ്ങ് ഉറങ്ങി. അപ്പോൾ ഓക്കെ, ബൈ.